എനിക്കൊരു റീൽ ഒരാൾ അയച്ചു തന്നു. അതിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുത്തൻവാദിയായ സഹോദരൻ അദ്ദേഹം ഒരു പാട്ടിനെ ഇങ്ങനെ വിമർശിക്കാണ്. അപ്പൊ നമ്രൂദും ഹാമാനും ഫിറഔനും ഒക്കെ നബിയെ കണ്ടാൽ അവരൊക്കെ നന്നാകും എന്നതാണ് ഇത് പറയുന്നത്. ഇത് എത്ര ഗുരുതരമായ വരിയാണ് എന്നത് ആലോചിച്ചിട്ടുണ്ടോ? നമ്രൂദ് ഹാമാൻ ഫിറഔൻ പോലും നബിയോരെ കണ്ടാൽ എന്നേ നന്നാകും. തുഷാഹെ ഹൂബ തുജാനെ ജാന. ആ വരിയിലുള്ളത് എന്താ? നമ്രൂദും ഹാമാനും ഫിറഔനൊക്കെ മുത്തുനബിയെ കണ്ടിരുന്നെങ്കിൽ നന്നായി പോയനെന്നാണ്. അത് സഹിച്ചില്ല പാവം മൗലവിക്ക്. അതായത് ഹൃദയം കൊണ്ട് ഇസ്ലാം കിട്ടാതെ പോയ ഭാഗ്യമില്ലാത്ത ആളുകളാണ്. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. പാവപ്പെട്ടവരാണ്, എന്തെല്ലാമോ ഖുർആൻ മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോയ അപ്രാണികളാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. മഹ്മൂദ് ഗസ്നവി ഒരു രാജാവുണ്ടായിരുന്നു. ഗസ്നി ഡൈനാസ്റ്റിയിലെ രാജാവാണ്. അദ്ദേഹം ഒരു സൂഫി വര്യനെ കണ്ടപ്പോ ചോദിക്കുന്നുണ്ട്, അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അബൂ യസീദുൽ ബിസ്താമിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ സൂഫി വര്യം പറയുന്നുണ്ട്, അബൂ യസീദുൽ ബിസ്താമിയെ ഒന്ന് കണ്ടാൽ മതി അയാൾ നന്നാവും. എന്താ പറഞ്ഞത്? ഒന്ന് കണ്ടാൽ മതി നന്നാവും. ഇപ്പൊ രാജാവിന് മഹ്മൂദ് ഗസ്നവിക്ക് അത് അത്ര ഇഷ്ടായില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതിപ്പോ എങ്ങനെ ശരിയാവാ? അങ്ങനെയാണെങ്കിൽ അബൂജഹൽ റസൂലുള്ളാഹിനെ എത്ര കണ്ടതാ എന്നിട്ട് നന്നായില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അതിന് അബൂജഹൽ എവിടെ റസൂലുള്ളാഹിനെ കണ്ടത്? അബൂജഹൽ കണ്ടത് യത്തീം അബീ താലിബ്, അബൂ താലിബിന്റെ യത്തീമിനെയല്ലേ. റസൂലുള്ളാഹിനെ അബൂജഹൽ കണ്ടിരുന്നുവെങ്കിൽ അബൂജഹൽ നന്നായി പോയനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയല്ലേ വിഷയം കിടക്കണത്. സാധാരണ ഒരു അറബി പയ്യൻ അല്ലേ, നബി ചെയ്തതെല്ലാം നമ്മൾ ചെയ്യേണ്ടതില്ല, നബി ചെയ്തത് നബിയുടെ ഇഷ്ടം, നമ്മൾ ആ പ്രത്യേകമായി വഹീന്റെ അടിസ്ഥാനത്തിലുള്ള സാധനം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ റസൂലുള്ളാഹിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ? അവര് കേവലം അബ്ദുള്ളയുടെ മകനായി കണ്ടുപോയി. നമുക്ക് ഹബീബാണ്, ത്വബീബാണ്, സയ്യിദുൽ അംബിയ ആണ്, അഷ്റഫുൽ ഖൽഖാണ്, അള്ളാഹുവിന്റെ ഹബീബാണ്, നമുക്ക് സർവസ്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്രൂദ് ഹാമാൻ ഫിർഔൻ പോലും നബിയോരെ കണ്ടാലെന്നേ നന്നാകും. ഈ കോലത്തിൽ എന്റെ റസൂലുള്ളാഹിനെ കണ്ടിരുന്നെങ്കിൽ നമ്രൂദും ഹാമാനും ഖാറൂനും എല്ലാ ശപിക്കപ്പെട്ടവന്മാരും എന്നേ നന്നായേനെ. അവര് റസൂലുള്ളാഹിനെ കണ്ടില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടന്നുപോയ വഴിത്താരയിൽ മൂല്യങ്ങളുടെ മുത്തുകൾ വെതറി നൂറ്റാണ്ടുകളെ വിസ്മയിപ്പിച്ച പ്രവാചകൻ കാലത്തിന്റെ വിളിയാളമായി, ചരിത്രത്തിന്റെ പുളകമായി, പരിവർത്തനത്തിന്റെ മുത്തായി, ചരിത്രത്തിന്റെ നാഥമായി, പ്രപഞ്ചത്തിന്റെ ആമുഖമായി, കൊള്ളിമീനിന്റെ സൗന്ദര്യമായി, മഴവില്ലിന്റെ വൈവിധ്യമായി, ആദർശത്തിന്റെ സിരാകേന്ദ്രമായി, മക്കയുടെ ശക്തിയായി, മദീനയുടെ നിലാവായി, ഖദീജയുടെ അരുമ ഭർത്താവായി, ഫാത്തിമാന്റെ പൊന്നോമന പിതാവായി, അലിയാര് തങ്ങളുടെ അഭിവന്യനായ പത്നി പിതാവായി നിലകൊണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.